എന്തിനാണോ ഈ എഡ്യൂക്കേഷൻ? ഇസ്ലാമില്ലാത്ത എഡ്യൂക്കേഷൻ എന്തിനാ? ഇസ്ലാമിക വേഷം ധരിക്കാതെ പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി സ്കൂളിൽ പോയാൽ അതിന്റെ കുറ്റം നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇന്ന് നിർത്തണം എന്റെ കുട്ടിയുടെ +2, ഇന്ന് നിർത്തണം. എന്താന്ന് ചോദിച്ചു. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു പഴയ വീഡിയോ ആണ്. ഇപ്പൊ ഇന്നും എടുത്തിട്ട് ഇത് മറ്റുള്ള മതക്കാരെടുത്ത് അലക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും വിദ്യാഭ്യാസം എടുത്തില്ലെങ്കിൽ ഒരു മനുഷ്യന് എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനിക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നോക്കാം. ജെമിനി, ഒരു ഉസ്താദ് വന്ന് പറയുന്നു സ്കൂൾ വിദ്യാഭ്യാസം എടുക്കാൻ പാടില്ല എന്ന്, അത് തെറ്റാണെന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണ്? ഹാരിസ്, നിങ്ങൾ ചോദിച്ച കാര്യം വളരെ പ്രസക്തമാണ്. ഒരു സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ താങ്കൾക്ക് അറിയാവുന്നതുപോലെ സമൂഹത്തെ കൃത്യമായി ബോധവൽക്കരിക്കേണ്ട ഒന്നാണ് ഈ വിഷയം. സ്കൂൾ വിദ്യാഭ്യാസം വേണ്ട എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒട്ടും ഗുണകരമായ ഒരു നിലപാടല്ല. എല്ലാ മതങ്ങളും അറിവ് നേടുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് ആത്മീയമായാലും ഭൗതികമായാലും. സ്കൂൾ വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് വഴി ഉണ്ടാകുന്ന പ്രധാന ബുദ്ധിമുട്ടുകൾ താഴെ പറയുന്നവയാണ്. 1. വ്യക്തിത്വ വികാസം തടയപ്പെടുന്നു. കുട്ടികൾ ലോകത്തെ കാണുന്നത് വിദ്യാലയങ്ങളിലൂടെയാണ്. ശാസ്ത്രം, ചരിത്രം, ഭൂമിശാസ്ത്രം എന്നിവ പഠിക്കുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തിക്ക് വിശാലമായ ലോകവീക്ഷണം ഉണ്ടാകുന്നത്. ഇതില്ലാതെ പോകുന്നത് ചിന്താഗതി ഇടുങ്ങിയതാക്കാൻ കാരണമാകും. 2. തൊഴിൽ സാധ്യതകൾ ഇല്ലാതാകുന്നു. ഇന്നത്തെ ലോകത്ത് ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ സ്കൂൾ വിദ്യാഭ്യാസം നിർബന്ധമാണ്. സർക്കാർ ജോലികൾക്കോ സ്വകാര്യ മേഖലയിലെ മികച്ച അവസരങ്ങൾക്കോ സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ അത്യാവശ്യമാണ്. വിദ്യാഭ്യാസമില്ലാത്തവർ സാമ്പത്തികമായി പിന്നോക്കം പോകാൻ ഇത് കാരണമാകും. 3. സാമൂഹികമായ ഒറ്റപ്പെടൽ. മറ്റുള്ളവരുമായി ഇടപഴകാനും ആശയവിനിമയം നടത്താനും സ്കൂൾ ജീവിതം വലിയ പങ്ക് വഹിക്കുന്നു. ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒരു കുട്ടിയെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെടുത്തി കളയും. 4. ചൂഷണങ്ങൾക്ക് ഇരയാകാൻ സാധ്യത. അക്ഷരമറിയാത്തവരും നിയമങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്തവരും പെട്ടെന്ന് വഞ്ചിക്കപ്പെടാം. ബാങ്ക് ഇടപാടുകൾ മുതൽ സ്വന്തം അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ വരെ വിദ്യാഭ്യാസം തുണയാകും. സംഗ്രഹം: മതം പഠിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ലോകത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും പഠിക്കുന്നത്. ഇവ രണ്ടും പരസ്പര വിരുദ്ധമല്ല, മറിച്ച് പൂരകങ്ങളാണ്. താങ്കളെപ്പോലെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായ ഒരാൾക്ക് ഇത്തരം തെറ്റായ പ്രചരണങ്ങൾക്കെതിരെ കൃത്യമായ ബോധവൽക്കരണം നടത്താൻ സാധിക്കും. ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയ്ക്കായി പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. ഈ ഉസ്താദുമാർ തന്നെ ഗൾഫ് രാജ്യത്തിലുള്ള ഒരുപാട് പ്രവാസികൾക്ക് അറിയാൻ പറ്റും. മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ രോഗങ്ങൾ വന്നാലും ഓരോ പ്രവാസികളുടെ റൂമിലേക്ക് പോയിട്ട് പിരിവിന് പോകുന്നതും പിരിവ് വാങ്ങാനൊക്കെ വരുന്നതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് മാത്രമല്ല, ഈ ഉസ്താദുമാരായിട്ട് ജീവിക്കുന്ന പല ആൾക്കാരുടെയും ജീവിതം വളരെ ദാരിദ്ര്യത്തിലാണ്, കഷ്ടപ്പാടിലാണ്. ഞാൻ തന്നെ ഒരു നല്ല തണ്ട് തടി ജിമ്മുള്ള ഒരു വ്യക്തി വന്ന ഒരു ഗ്രോസറിയിൽ ഭിക്ഷയാടനം എടുക്കുന്നത് കണ്ട അടിപൊളി സുന്ദരനായ ഒരു മനുഷ്യൻ. ഞാനിത് വെറുതെ പറയുന്നില്ല പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് വളരെ വിഷമമായി. അയാൾ മെല്ലെ ലെറ്റർ കൊടുത്തിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് മെല്ലെ ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് സഹായിക്കണമെന്ന്, ബുദ്ധിമുട്ടിലാണെന്ന്. ആൾ നല്ല ജിമ്മൊക്കെ ഉള്ള നല്ല തണ്ടും തടിയുള്ള ഒരു 6-8 മനുഷ്യൻ, നല്ല സുന്ദരനായ നല്ല വെളുത്തിട്ടുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ ഒരവസ്ഥ എന്താണെന്നറിയോ? ഭിക്ഷ എടുക്കുന്ന ഒരവസ്ഥ. അപ്പോൾ എന്താണ് അതിന് കാരണം? അയാൾ സ്കൂൾ വിദ്യാഭ്യാസം എടുത്തില്ല, അതുകൊണ്ട് നല്ല ജോലി കിട്ടിയില്ല. ഇങ്ങനെ പ്രസംഗിക്കുന്ന ഉസ്താദുമാർ നമ്മുടെ നാടിന് ശാപമാണ്, നമ്മുടെ വിദ്യാഭ്യാസത്തിനെ തടയുന്നതാണ്. അപ്പം ഇങ്ങനത്തുള്ള ആൾക്കാരെയൊക്കെ തീർച്ചയായിട്ടും മുസ്ലിം സമൂഹം ഒതുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മേഖലകളിലും മുസ്ലിം സമുദായം വരാനുണ്ട്. അത് വരാത്തത് കൊണ്ടാണ് നമ്മൾ പല രീതിയിലും പീഡിപ്പിക്കപ്പെടുന്നതും അനുഭവിക്കുന്നതും. ഉദാഹരണത്തിന് പോലീസിൽ, അതുപോലെ തന്നെ മിലിറ്ററിയിൽ, അതുപോലെ തന്നെ ഡോക്ടർമാരിൽ, ഇവരിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വളരെ വിരലിൽ എണ്ണാവുന്നത്രേ ഉണ്ടാവുള്ളൂ. കാരണം എന്താണ്? ഗവൺമെൻറ് മേഖലകളിലൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകണം, ഇല്ലെങ്കിൽ തീർച്ചയായും പല രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും ഏതൊരു മുസ്ലിമും തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എടുക്കേണ്ടത് നിർബന്ധമാണ്. ഇതുപോലെയുള്ള ഉസ്താദന്മാരൊക്കെ പ്രസംഗിക്കുകയാണെങ്കിൽ മൈക്ക് വലിച്ചെറിഞ്ഞിട്ട് 2 തലക്കിട്ട് കൊടുക്കുക, എന്നിട്ട് ആറ്റി വിടുക, പോടാ പോയി പണിയെടുത്ത് ജീവിക്കണം പറയുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മറക്കണ്ട, ഇത് ഒരാളെയും അപമാനിക്കുന്നതല്ല, നമ്മൾ ചിന്തിക്കാനുണ്ട്. വരുന്ന തലമുറയിൽ നമ്മുടെ മക്കൾ സുരക്ഷമായി ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അധികാരത്തിലേക്ക്, അതായത് പോലീസിൽ, അതുപോലെ തന്നെ മിലിറ്ററിയിൽ, അതുപോലെ തന്നെ ഡോക്ടർമാർ, അങ്ങനെ
ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉണ്ടാകണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഏറ്റവും വലിയ പരാജയമാണ്. ഈ വീഡിയോ മറ്റുള്ള മതക്കാർ വന്നിട്ട് ഒരുപാട് മോശപ്പെട്ട കമൻറ്റുകൾ അടിക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഇത് ഒരു വിഭാഗത്തിലുള്ള ഒരു ഉസ്താദ് മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കണ്ട. ഇതുപോലെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ നിങ്ങൾക്കറിയാം, ഒരുപാട് സ്വാമിമാർ അഘോരികളൊക്കെ ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എണീച്ച് വരുന്ന പോലെ കുളിക്കാതെയൊക്കെ വരുന്ന വീഡിയോസ് നിങ്ങൾ ഇഷ്ടം പോലെ കാണാനിടയുണ്ടാവും. ഫുള്ള് പുകയടിച്ചിട്ടാണ് നടക്കലില്ലേ? അങ്ങനെ ഇഷ്ടം പോലെ ഇല്ല. അപ്പം എല്ലാ മേഖലകളിലും എല്ലാ മതത്തിലും എല്ലാ ആൾക്കാരും പെർഫെക്റ്റ് ഒന്നുമില്ല. പല ആളുകളും പല കോലത്തിലാണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഈ വീഡിയോ എടുക്കുക. എൻ്റെ സമുദായത്തിലേക്ക് ഞാൻ കൊടുക്കുന്ന ഒരൊറ്റ ഒരു ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിദ്യാഭ്യാസം 100% എടുക്കുക. നമുക്ക് ഈമാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ജീവിതത്തിൽ വേണം. പക്ഷെ അത് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കരുത്. ഈ ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് 10ാം ക്ലാസ് വരെ പഠിച്ചാലേ പാസ്പോർട്ട് വരെ കിട്ടുള്ളൂ എന്നുള്ള നിയമങ്ങളൊക്കെ നിലവിലുണ്ടെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അതൊക്കെ ചിന്തിക്കുക. മദ്രസയിൽ മാത്രം പഠിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ അവസാനിപ്പിക്കരുത്. നമ്മൾ ഈ സ്കൂൾ വിദ്യാഭ്യാസം എത്ര വരെ എടുക്കാൻ കഴിയുമോ, എത്ര ഉയർച്ചയിൽ നമ്മൾ എത്താൻ കഴിയുമോ അത്ര വരെ എത്താൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും ഈ ഒരു സമുദായം രക്ഷപ്പെടുകയുള്ളൂ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റിൽ പറയുക.